കഴിഞ്ഞ 37 ദിവസങ്ങളായി ഡൽഹിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? ഒരു വലിയ മല പൊട്ടി ഒലിച്ചു വന്നാലും തങ്ങൾ കുലുങ്ങില്ല എന്ന് വിചാരിച്ചിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ BJPയെയും കേന്ദ്ര ഭരണകൂടത്തെയും ഇന്ത്യയിലെ ചെറുപ്പക്കാർ ചേർന്ന് ഡൽഹി ജന്തർ മന്ദറിൽ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിച്ചിരിക്കുകയാണ്. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് പരീക്ഷാ തട്ടിപ്പുകൾക്കും ആഴ്ചകൾ നീണ്ട വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കുമൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പടിയിറങ്ങിയിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി രാജ്യത്തിന്റെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. പരീക്ഷാ തട്ടിപ്പുകൾ തടയാൻ പുതിയ നിയമം കൊണ്ടുവരാനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വലിയ അഴിച്ചുപണി നടത്താനും കേന്ദ്ര സർക്കാരിന് ഒടുവിൽ നിരന്തരമായ ജനരോഷത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിട്ടും ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ രാജി ഇത്രയും ദിവസങ്ങൾ വൈകിയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനു പിന്നിൽ വമ്പൻ രാഷ്ട്രീയ നാടകങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടായിരുന്നു. സംഗതി ലളിതമായി പറഞ്ഞാൽ, ഒരു ഫുട്ബോൾ മത്സരത്തിലോ ക്രിക്കറ്റിലോ ആദ്യത്തെ ഒരു പ്രധാന വിക്കറ്റ് വീഴുമ്പോഴുള്ള ആ അവസ്ഥ കണ്ടിട്ടില്ലേ? ആദ്യ വിക്കറ്റ് വീണാൽ പിന്നെ ബാക്കിയുള്ള വിക്കറ്റുകൾ വരിവരിയായി തെറിച്ചു വീഴും. അതേപോലെ കേന്ദ്ര മന്ത്രിസഭയിലെ ശക്തനായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നടന്നു കഴിഞ്ഞാൽ അടുത്ത വിക്കറ്റ് സ്വന്തം കസേരയുടേതായിരിക്കും എന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സംഘപരിവാറും മോദി അമിത്ഷാ കൂട്ടുകെട്ടും RSSും മണിക്കൂറുകളോളം തിടുക്കപ്പെട്ട് ചർച്ചകൾ നടത്തിയത്. ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിക്കാതെ അദ്ദേഹത്തിന്റെ വകുപ്പ് മാത്രം മാറ്റി പ്ലേറ്റ് തിരിച്ചിട്ട് കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ വരെ കേന്ദ്രം വിചിത്രമായ പദ്ധതിയിട്ടു. എന്നാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ജന്തർ മന്ദറിലെ CJP സമരക്കാരായ കുട്ടികളോടൊപ്പം ചേർന്ന് വാർത്താ സമ്മേളനം നടത്തുകയും ഈ വകുപ്പ് മാറ്റ നാടകം നടപ്പില്ല, വിദ്യാർത്ഥികളെ പറ്റിക്കരുത്, മന്ത്രിയുടെ രാജി തന്നെ വേണം എന്ന് തുറന്നടിക്കുകയും ചെയ്തതോടെ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടലുകൾ മൊത്തം പാളി എന്ന് തന്നെ പറയാം. മറ്റൊരു വഴിയുമില്ലാതെ ഉച്ചയ്ക്ക് 2:20 ആയപ്പോഴേക്കും ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിക്കാൻ സർക്കാർ നിർബന്ധിതരായി. രാജി പ്രഖ്യാപനം വന്നതോടെ ഡൽഹി ജന്തർ മന്ദറിൽ നിന്ന് ഉയർന്ന അടുത്ത മുദ്രാവാക്യം എന്തായിരുന്നു? നെക്സ്റ്റ് ടൈം ടേൺ ഫോർ മോദി. അതായത് അടുത്ത ഊഴം മോദിയുടേതാണ്. സംഘപരിവാർ ഏതൊരു ഭയത്തെയാണോ ഒളിച്ചു പിടിക്കാൻ നോക്കിയത് അത് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയുടെ തെരുവുകളിൽ കേട്ടതും. ഇതിനിടയിൽ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി ശക്തിയെയും ജനരോഷത്തെയും പേടിച്ച് എന്തെല്ലാം നാടകങ്ങളും അതിക്രമങ്ങളുമാണ് കേന്ദ്ര ഭരണകൂടവും പോലീസും കാണിച്ചു കൂട്ടിയത്. സമരത്തിലേക്ക് കൂടുതൽ കുട്ടികൾ എത്തിച്ചേരാതിരിക്കാൻ ഡൽഹിയിലെ 16ഓളം പ്രമുഖ മെട്രോ സ്റ്റേഷനുകൾ പോലീസ് അടപ്പിച്ചു. സമരക്കാർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും എത്താതിരിക്കാൻ സ്വകാര്യ ഡെലിവറി ആപ്പുകളായ സ്വിഗ്ഗി, സൊമാറ്റോ സർവീസുകൾ പോലും ജന്തർ മന്ദർ ഏരിയയിൽ വിലക്കി. അതിനൊക്കെ അപ്പുറം സമരക്കാരുടെ വാർത്തകൾ പുറത്തു പോകാതിരിക്കാൻ ഇന്റർനെറ്റ് പൂർണ്ണമായി വിച്ഛേദിച്ചു. പക്ഷേ ഇന്റർനെറ്റ് കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ജെൻസി പിള്ളേർ തോറ്റുകെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്റർനെറ്റ് ഇല്ലാതെ ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് വഴി മാത്രം പ്രവർത്തിക്കുന്ന ബിറ്റ്ചാറ്റ് എന്ന പിയർ ടു പിയർ ആപ്പ് ഉപയോഗിച്ച് അവർ പരസ്പരം വാർത്തകളും സന്ദേശങ്ങളും കൈമാറി സമരം മുന്നോട്ട് കൊണ്ടുപോയി. വിദ്യാർത്ഥികളുടെ ഈ സാങ്കേതിക മുന്നേറ്റം കണ്ടു പേടിച്ച കേന്ദ്ര സർക്കാർ ഒടുവിൽ ലോക പ്രശസ്ത കോഡിംഗ് പ്ലാറ്റ്ഫോമായ ഗിറ്റ് ഹബിനോട് ആ ആപ്പ് തന്നെ ഇന്ത്യയിൽ നിരോധിക്കാൻ ആവശ്യപ്പെടുന്ന വിചിത്രമായ കാഴ്ചയും നമ്മൾ കണ്ടു. അത്രമാത്രം ഭയത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ കുരുന്നുകളുടെ മുന്നേറ്റത്തെ നോക്കിക്കണ്ടത്. സമരരംഗത്ത് പോലീസ് അഴിച്ചുവിട്ടത് സമാനതകളില്ലാത്ത അക്രമമാണ്. ആണിയടിച്ച വടികളും പെല്ലറ്റ് ഗണ്ണുകളും വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിച്ചു. അതിനൊക്കെ അപ്പുറം തീവ്രവാദികളെ നേരിടാൻ ഉപയോഗിക്കുന്ന എരിവുള്ള ഭൂത് ജലോക്കിയ മുളകടങ്ങിയ ചില്ലി ബോംബുകൾ സമരക്കാർക്ക് നേരെ എറിഞ്ഞു. വഴിയെ നടന്നുപോയ പെൺകുട്ടികളുടെ കരണത്തടിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ഡൽഹി പോലീസിന്റെ ദൃശ്യങ്ങൾ രാജ്യം മുഴുവൻ കണ്ട് ഞെട്ടിയതാണ്. ഒരു വശത്ത് പോലീസിനെ വിട്ട് പെൺകുട്ടികളെ അടക്കം തല്ലിച്ചതയ്ക്കുമ്പോൾ മറുവശത്ത് ജനശ്രദ്ധ തിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പാതിരാത്രിയിൽ ഇൻസ്റ്റഗ്രാമിൽ വെർട്ടിക്കൽ സെൽഫി വീഡിയോകളുമായി പ്രത്യക്ഷപ്പെട്ടു. ഫ്രണ്ട്സ് എന്ന് വിളിച്ച് ആദ്യ വീഡിയോ വന്നു. തൊട്ടു പിന്നാലെ 24 മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ വീഡിയോ. ക്യാമറ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ്.
നിങ്ങളെപ്പോലെ വളരെ ഫ്ലെക്സിബിളാണ് ഞാൻ എന്ന് കാണിക്കാൻ കൈകൊണ്ട് ഫോണിൽ തൊടുന്ന അഭ്യാസങ്ങൾ, ജെൻസി പിള്ളാരെ കയ്യിലെടുക്കാൻ നടത്തിയ വിലക്കുറഞ്ഞ ഒരു PR സ്റ്റണ്ടായിരുന്നു അത്. പക്ഷേ രാജ്യത്തെ ചെറുപ്പക്കാർ പ്രധാനമന്ത്രിയുടെ ആ പോസ്റ്റിന് താഴെ നൽകിയത് ചരിത്രപരമായ മറുപടിയാണ്. ഈ സമയത്ത് സമരത്തെ തള്ളിപ്പറയാനും കേന്ദ്ര സർക്കാരിൻ്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കാനും ചില സ്വാർത്ഥരായ സെലിബ്രിറ്റികൾ രംഗത്തിറങ്ങി. വീട്ടിൽ പോയിക്കൂടെ, ഞാനൊക്കെ കവിയാണ് എന്ന് പ്രഖ്യാപിച്ച ചില ആളുകളെയൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നാൽ അതേസമയം തന്നെ വിസ്മയ മോഹൻലാൽ, രഞ്ജിനി ഹരിദാസ്, പാർവതി തിരുവോത്ത്, ടൊവിനോ തോമസ്, നടൻ മമ്മൂട്ടി തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്തെന്നാൽ ഇത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ രാജ്യത്തെ സകല ചെറുപ്പക്കാരും ഒന്നിച്ച മുന്നേറ്റമായിരുന്നു എന്നതാണ്. നഹി ചലേഗി, ഹിന്ദു മുസ്ലിം രാജനീതി നഹി ചലേഗി എന്ന് ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് അഭിജിത്ത് ദീപിന്റെ നേതൃത്വത്തിൽ ചെറുപ്പക്കാർ സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് ശക്തമായ തിരിച്ചടി നൽകി. കടുത്ത ടൈഫോയിഡ് ബാധിച്ച് ആശുപത്രിയിലായിരുന്നിട്ടും അഭിജിത്ത് ചികിത്സ കഴിഞ്ഞ് സമരവേദിയിലെത്തി കുട്ടികളുടെ വിജയാഘോഷങ്ങളിൽ പങ്കുചേർന്നത് വലിയൊരു പ്രചോദനമായിരുന്നു. വഞ്ചനാപരമായ രാഷ്ട്രീയത്തിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ ഈ ഐക്യമാണ് ഏറ്റവും വലിയ ആയുധമായി മാറിയത്. ഇപ്പോൾ രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാന് പകരം കർണാടകയിൽ നിന്നുള്ള 5 തവണ MP ആയ പ്രഹ്ലാദ് ജോഷിയെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രധാനമന്ത്രി നിയമിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. എന്നാൽ പുതിയ മന്ത്രിക്കും സർക്കാരിനും മുന്നിൽ വലിയ വെല്ലുവിളികളാണ് ഉള്ളത്. ഒന്നാമതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നഷ്ടപ്പെട്ടുപോയ ആ സത്യസന്ധത വീണ്ടെടുക്കുക. NTA-യിൽ ആകെയുള്ളത് വെറും 30-40 പെർമനന്റ് സ്റ്റാഫുകൾ മാത്രമാണ്. അവരാണ് കോടിക്കണക്കിന് കുട്ടികൾ എഴുതുന്ന പരീക്ഷകൾ നടത്തുന്നത്. അവിടെ 47 ഉദ്യോഗസ്ഥരെ പുറത്താക്കി കഴിഞ്ഞു. ഇനി കൂടുതൽ സ്ഥിരം നിയമനങ്ങൾ നടത്തി വലിയ അഴിച്ചുപണി നടത്തേണ്ടതുണ്ട്. രണ്ടാമതായി പരീക്ഷാ ചോർച്ചയും തട്ടിപ്പുകളും തടയുന്നതിനുള്ള പുതിയ കർശന നിയമം വരുന്ന പാർലമെന്റ് സെഷനിൽ തന്നെ പാസാക്കുക. മൂന്നാമതായി ജന്തർ മന്ദറിൽ സമരം ചെയ്ത നിരപരാധികളായ കുട്ടികൾക്കെതിരെ എടുത്ത വ്യാജ FIR-കളും കേസുകളും അടിയന്തരമായി പിൻവലിക്കുക. നാലാമതായി സമാധാനപരമായി സമരം ചെയ്ത കുട്ടികൾക്ക് നേരെ അതിക്രമം അഴിച്ചുവിട്ട പോലീസുകാർക്കെതിരെ അന്വേഷണം നടത്തുകയും നടപടിയെടുക്കുകയും ചെയ്യുക. ഒരു കാര്യം വ്യക്തമാണ്, വെറുമൊരു മന്ത്രിയെ മാറ്റി ആളുമാറ്റം നടത്തിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ ഒന്നുറപ്പായി, യുവജനങ്ങളുടെ ഒന്നിച്ചുള്ള പോരാട്ടത്തിന് മുന്നിൽ ഏത് ഏകാധിപത്യ ഭരണകൂടത്തിനും മുട്ടുകുത്തേണ്ടി വരും. സിസ്റ്റത്തിൽ സമഗ്രമായ മാറ്റം വരുന്നതുവരെ ഈ വിജയം ഒരു തുടക്കം മാത്രമാണ്.